മറ്റു വാർത്തകളിലേക്ക് പോയ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറി. തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാവുമെന്നാണ് മുന്നറിയിപ്പ്. തമിഴ്നാട്ടിൽ ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 11 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് സജയൻ ചേരുന്നുണ്ട്. സജയൻ, എന്താണ് നിലവിലത്തെ അവിടുത്തെ ഒരു സാഹചര്യം? ഈ നമ്മുടെ കന്യാകുമാരി ജില്ലയിലൊക്കെ കാര്യമായി തന്നെ മഴ പെയ്യുന്നുണ്ടോ? തീർച്ചയായും. അതായത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട തീവ്ര ന്യൂനമർദ്ദം ഇന്ന് തമിഴ്നാട്ടിന്റെ പല ഭാഗത്തും തീവ്ര മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്, അതേപോലെ ചുഴലിക്കാറ്റായി മാറുമെന്ന ഒരു മുന്നറിയിപ്പിന്റെ ഒരു പ്രതിധ്വനിയായിട്ടാണ് തമിഴ്നാട്ടിന്റെ പല ജില്ലകളിലും ഇപ്പോൾ മഴ പെയ്തു വരികയാണ്. കുറിപ്പായി പോണ്ടിച്ചേരിയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എല്ലാം അവധി നൽകിയിട്ടുണ്ട്. അതേപോലെ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ, വിഴുപ്പുരം, തിരുവാരൂർ, തഞ്ചാവൂർ, നാഗപട്ടണം, മയിലാടുതുറൈ, കടലൂർ, തിരുച്ചി, രാമനാഥപുരം ഇതുപോലുള്ള ജില്ലകളിൽ സ്കൂൾ കോളേജുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. അതേപോലെ ചെന്നൈ, കാഞ്ചീപുരം, ചെങ്കൽപ്പട്ട്, പുതുക്കോട്ടൈ, ശിവഗംഗൈ, അരിയല്ലൂർ എന്നീ ജില്ലകളിൽ സ്കൂളുകൾക്ക് മാത്രവും അവധി നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ ഇന്നലെ 9 സെന്റിമീറ്റർ മഴയും അതേപോലെ വേദാരണ്യത്ത് 13 സെന്റിമീറ്ററും മഴയാണ് പെയ്തത്. ഈ ജില്ലകളിൽ ഇന്നും കനത്ത മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിതീവ്ര ജാഗ്രത ജില്ലാ ഭരണകൂടം പുലർത്തുന്നുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്നലെ തന്നെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കളക്ടർമാർ നേരിട്ട് ചെന്ന് ഇവിടെ ബാധിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ചെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ന് അതിന്റെ ജാഗ്രത അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും മുൻകരുതൽ നടപടികളുണ്ട്. ഇപ്പോൾ ശക്തമായ മഴ ഈ മേലെ ഉൾപ്പെട്ട ജില്ലകളിൽ ഒക്കെ തന്നെ പെയ്തു വരികയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ 11 ജില്ലകളിൽ ഇന്ന് സ്കൂൾ കോളേജുകൾക്കും 6 ജില്ലകളിൽ ഇന്ന് സ്കൂളുകൾക്ക് മാത്രവും അവധി നൽകിയിട്ടുണ്ട്. അതേപോലെ പോണ്ടിച്ചേരിയിലും ശക്തമായ മഴ പെയ്തു വരുന്നതിനാൽ പോണ്ടിച്ചേരിയിൽ സ്കൂൾ കോളേജുകൾക്കും അവധി നൽകിയിട്ടുണ്ട്. റൈറ്റ്, സജയനാണ് വിവരങ്ങൾ നൽകിയത് കന്യാകുമാരിയിൽ നിന്ന്. അവിടെ 11 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. വളരെ ഗൗരവത്തോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് അതിനെ നേരിടുന്നതും. ദാന ചുഴലിക്കാറ്റിന് പിന്നാലെ അടുത്ത വലിയ ചുഴലിക്കാറ്റായി ഫെങ്കൽ. തമിഴ്നാടിനും ശ്രീലങ്കയ്ക്കും വലിയ മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. എന്താണ് ഫെങ്കൽ, എപ്പോൾ കരതൊടും? നോക്കാം വിശദമായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദമാണ് ഇപ്പോഴത്തെ ആശങ്കകൾക്ക് കാരണം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മുന്നറിയിപ്പുമായി IMD എത്തിയത്. ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി ഇന്ന് ശ്രീലങ്ക തീരം വഴി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് IMD മുന്നറിയിപ്പ്. സൗദി അറേബ്യയാണ് ഫെങ്കൽ എന്ന് ഈ കൊടുങ്കാറ്റിന് പേരിട്ടിരിക്കുന്നത്. ചെന്നൈക്കും പുതുച്ചേരിക്കും ഇടയിലായിട്ടാവും ഈ ചുഴലിക്കാറ്റ് തീരം തൊടുക. തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, കാഞ്ചീപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിൽ 4 ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇന്നും നാളെയും തമിഴ്നാട്ടിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും മുന്നറിയിപ്പുണ്ട്. ദാന ചുഴലിക്കാറ്റായിരുന്നു സീസണിലെ ആദ്യത്തെ കൊടുങ്കാറ്റ്. ഒക്ടോബറിൽ ദാന ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിനടുത്തുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയ നാശനഷ്ടം ചെറുതൊന്നുമല്ല. നവംബർ 21-ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് തെക്ക് ആൻഡമാൻ കടലിന് മുകളിലായാണ് ഫെങ്കല് രൂപം കൊണ്ടത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകൾ സാധാരണയായി വടക്കൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലേക്കാണ് നീങ്ങാറ്. ഫെങ്കൽ ഈ സീസണിലെ 2ാമത്തെ ചുഴലിക്കാറ്റായിരിക്കും. ഐഷത്തുൽ ഷംനിയാണ് ഫെങ്കലിന്റെ വിവരങ്ങൾ കൂടുതലായി പങ്കുവച്ചത്. നമുക്ക് നോക്കാം. ശബരിമല